ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാലക്കാടൻ സ്റ്റൈലിൽ വറുത്തരച്ച സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. വറുത്തരച്ച സാമ്പാർ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സാമ്പാറിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: നാളികേരം, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക്. ഇതിൽ കായം കൂടി വേണം. സാമ്പാറിലേക്ക് വേണ്ട കഷ്ണങ്ങൾ എടുക്കുന്നത്: വെണ്ടയ്ക്ക, സവാള, തക്കാളി, മുരിങ്ങക്കായ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വഴുതനങ്ങ, കൊത്തവര. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് സാമ്പാറിലേക്ക് എടുക്കുന്നത്. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പ് ഉണ്ടാകും, അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വഴറ്റിയെടുക്കുന്നത്. കൂടുതലായിട്ട് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ഒരു വഴുവഴുപ്പ് പോണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ആയി എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യാം. ഇനി അരപ്പ് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കായം ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ കളർ നന്നായി ഒരു വ്യത്യാസം വരും, അതുവരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. കായത്തിൻ്റെ കളറെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നാളികേരം ഏകദേശം ഒരു ഡ്രൈ ആയതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. ഇനി പരിപ്പ് വേവിക്കാനായിട്ട് വെക്കാം. ഈ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വേവിക്കാനായിട്ട് വെക്കാം. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കൊത്തവര ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇട്ട് കൊടുക്കാം.
ഇനി സവാളയും മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയും തക്കാളിയും കഷ്ണങ്ങളെല്ലാം പകുതി വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇളക്കി കൊടുത്തതിന് ശേഷം കഷ്ണങ്ങൾ വേകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം കഷ്ണങ്ങളെല്ലാം പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കടുക് വറുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ കളറെല്ലാം മാറിയതിന് ശേഷം നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിത്തഴയും കൂടി ഇട്ടാൽ നമ്മളുടെ അടിപൊളി വറുത്തരച്ച സാമ്പാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.